ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അനോമലസ് സീമാൻ എഫക്റ്റ് വരെയാണ് പറഞ്ഞത്. അതായത് ഒരു ആറ്റത്തിനെ വീക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് നമ്പർ ഓഫ് കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനയായിരുന്നു അനോമലസ് സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് അതല്ലെങ്കിൽ വീക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആറ്റത്തിൻ്റെ ഇൻറ്റേർണൽ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പം ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലെ ഇലക്ട്രോൺസിന് ഓർബിറ്റൽ മോഷൻ കാരണം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും അതുപോലെ തന്നെ സ്പിൻ മോഷൻ കാരണം സ്പിൻ ആംഗുലാർ മൊമെൻറ്റും ഉണ്ടാവും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ ഫീൽഡ് ആറ്റത്തിലുണ്ടാവും. ഈ ഇൻറ്റേർണൽ ഫീൽഡുമായിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്ന എഫക്റ്റാണ് പാഷൻ ബാക്ക് എഫക്റ്റ്. When an atom is placed in a strong external magnetic field, this large magnetic field disturbs coupling between spin and orbital angular momenta, resulting in splitting of spectral lines. അതായത് നമ്മളൊരു ആറ്റത്തിനെ സ്ട്രോങ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റാസ് തമ്മിലുള്ള കപ്ലിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യുകയും അതുവഴി ഉണ്ടാവുന്ന സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിങ്ങിനും പറയുന്ന പേരാണ് പാഷൻ ബാക്ക് എഫക്റ്റ്. ക്ലാസിക്കലി ഒരു ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ആറ്റമാണ് ലെഫ്റ്റ് എൻഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പോസസ് ആയിട്ടുള്ള ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം വെക്ടറാണ് എൽ സ്റ്റാർ. അതുപോലെ തന്നെ സ്പിൻ കാരണമുള്ള സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വെക്ടറാണ് എസ് സ്റ്റാർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെക്ടർ അഡീഷൻ കാരണം നമുക്ക് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ജെ സ്റ്റാർ എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ എൽ സ്റ്റാറും അതുപോലെ തന്നെ എസ് സ്റ്റാറും ജെ സ്റ്റാറിന് എബോട്ടായിട്ട് പ്രിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ പ്രിസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ആംഗുലാർ ഫ്രീക്വൻസിയിലായിരിക്കും പ്രിസൈസ് ചെയ്യുന്നുണ്ടാവുക. ആ ആംഗുലാർ ഫ്രീക്വൻസീസാണ് ഒമേഗ എൽ അതുപോലെ തന്നെ ഒമേഗ എസും എന്നും പറയുന്നത്. സോ ഫൈൻ സ്ട്രക്ചർ സെപ്പറേഷൻസ് ആർ എ മെഷർ ഓഫ് ദിസ് ക്ലാസിക്കൽ ഫ്രീക്വൻസി. ഇവിടെ ഈ ക്ലാസിക്കൽ ഫ്രീക്വൻസീസിൻ്റെ ഒക്കെ മെഷർ ആയിരിക്കും ഫൈൻ സ്ട്രക്ചർ സെപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഫൈൻ സ്ട്രക്ചർ സെപ്പറേഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു ആറ്റത്തിനെ എടുത്തു, എന്നിട്ട് അതിൻ്റെ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ആ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഡിഫറൻസ് ആംഗുലാർ ഫ്രീക്വൻസീൻ്റെ ഒരു മെഷർ ആവും. ഒമേഗ എൽ അതുപോലെ തന്നെ ഒമേഗ എസിൻ്റെ ഒക്കെ ഒരു മെഷർ ആവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് അത് വെച്ച് നമുക്ക് ആറ്റത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഇതുവരെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സെഡ് ഡയറക്ഷനിൽ എച്ച് എന്നുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എൽ സ്റ്റാറും എസ് സ്റ്റാറും ജെ സ്റ്റാറിന് എബോട്ടായിട്ട് പ്രിസൈസ് ചെയ്യും. അതുപോലെ തന്നെ ജെ സ്റ്റാർ പ്രിസൈസ് ചെയ്യുന്നത് എച്ചിന് എബോട്ടായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ സീമാൻ എഫക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത കാര്യമായിരുന്നു ജെ സ്റ്റാർ എച്ചിന് എബോട്ട് പ്രിസൈസ് ചെയ്യുന്നത് സ്ലോവർ ആയിരിക്കും എന്നുള്ളത്. അതായത് ഇവിടെ എൽ സ്റ്റാറും എസ് സ്റ്റാറും ജെ സ്റ്റാറിന് എബോട്ട് പ്രിസൈസ് ചെയ്യുന്നതിനേക്കാൾ ജെ സ്റ്റാർ എച്ചിന് എബോട്ട് പ്രിസൈസ് ചെയ്യുന്നത് സ്ലോ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം എൽ സ്റ്റാറിൻ്റെയും എസ് സ്റ്റാറിൻ്റെയും കോമ്പണൻസ് വരയ്ക്കുമ്പം ആ കോമ്പണൻസ് ജെ സ്റ്റാറിൻ്റെ പെർപെൻഡിക്കുലറുമായിട്ട് 0യിലേക്ക് നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡു നോട്ട് പെർട്ടർബ് ദ അതർ പ്രിസിഷൻസ് എന്ന് നമുക്ക് പറയാം. അതായത് അവിടെ പ്രത്യേകിച്ച് പെർട്ടർബേഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എച്ച് വീക്ക് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ജെ സ്റ്റാർ എച്ചിനെ എബോട്ട് പ്രിസൈസ് ചെയ്യുന്നത് സ്ലോ ആണെന്ന് നമുക്ക് പറയാം. ദെൻ നമ്മൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാണ്. അതായത് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രിസിഷൻ ഓഫ് ബോത്ത് എൽ സ്റ്റാർ ആൻഡ് എസ് സ്റ്റാർ ഹാവ് സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ എൽ സ്റ്റാറിനും എസ് സ്റ്റാറിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആവും ഉണ്ടാവുക. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എൽ സ്റ്റാറിൻ്റെയും എസ് സ്റ്റാറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവുന്ന തരത്തിൽ ഫീൽഡിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ while increasing this field strength, Zeeman levels begins to overlap. അങ്ങനെ Zeeman levels ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓവർലാപ്പിംഗ് സംഭവിക്കുന്ന സമയത്ത് എൽ സ്റ്റാറിൻ്റെയും എസ് സ്റ്റാറിൻ്റെയും കോമ്പണൻസിനെ നേരത്തെ ചെയ്ത പോലെ ജെ സ്റ്റാറിൻ്റെ പെർപെൻഡിക്കുലറുമായിട്ട് 0യിലേക്ക് ആവറേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ എൽ സ്റ്റാറും എസ് സ്റ്റാറും തമ്മിലുള്ള കപ്ലിങ് പാർഷ്യലി ബ്രേക്ക് ആവുകയും ചെയ്യും. നേരത്തെ നമ്മൾ കഴിഞ്ഞ കേസുകളിലൊക്കെ പറഞ്ഞ പോലെ ഇൻട്രാക്ഷൻ എനർജി ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ നമുക്കറിയാം -Δt = mg
ഇൻറ്റു HE/4πmc² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ എനർജി TC = T0 - λ - mgl ആയിരുന്നു. ഈ രണ്ട് ഇക്വേഷൻസും ഹോൾഡ് ചെയ്യില്ല. കാരണം ഈ ഇക്വേഷൻസ് നമ്മൾ എടുത്തിരുന്നത് കോമ്പണൻസ് ഓഫ് L സ്റ്റാർ ആൻഡ് S സ്റ്റാറും J സ്റ്റാറിൻ്റെ പെർപെൻഡിക്കുലറുമായിട്ട് ആവറേജ് ചെയ്തിരുന്ന സമയത്തായിരുന്നു, സീറോയിലേക്ക് ആവറേജ് ചെയ്തിരുന്ന സമയത്തായിരുന്നു. ഇവിടെ ഇപ്പോൾ സീമാൻ ലെവൽസിൻ്റെ ഓവർലാപ്പിംഗ് ഒക്കെ സംഭവിച്ചത് കാരണം ഇപ്പോൾ നമുക്കതിനെ സീറോയിലേക്ക് ആവറേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഓൾസോ മോഷൻ ഓഫ് L സ്റ്റാർ ആൻഡ് S സ്റ്റാർ കോംപ്ലിക്കേറ്റഡ്. L സ്റ്റാറിൻ്റെയും S സ്റ്റാറിൻ്റെയും മോഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. നേരത്തെ നമ്മൾ പറഞ്ഞ് സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു L സ്റ്റാറിനും S സ്റ്റാറിനും എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോഷൻസ് ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് J സ്റ്റാറിന് ഒരു ഫിക്സ്ഡ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവില്ല. അപ്പോൾ L സ്റ്റാറും S സ്റ്റാറും ഇൻഡിപെൻഡൻ്റ്ലി പ്രിസേസ് ചെയ്യാൻ തുടങ്ങും. നൗ നമ്മൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ L സ്റ്റാറും അതുപോലെ തന്നെ S സ്റ്റാറും ക്വാണ്ടൈസ്ഡ് ആവും സെപ്പറേറ്റ്ലി ആൻഡ് പ്രിസൈസ് മോർ ഓർ ലെസ് ഇൻഡിപെൻഡൻ്റ്ലി അറൗണ്ട് H. ദിസ് ഇസ് പാഷൻ ബാക്ക് എഫക്റ്റ്. അതായത് എച്ചിന് അറൗണ്ടായിട്ട് L സ്റ്റാറും S സ്റ്റാറും സെപ്പറേറ്റ്ലി ക്വാണ്ടൈസ്ഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ്ലി പ്രിസൈസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ പാഷൻ ബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ വെക്റ്റർ മോഡൽ ഫോർ ദി പാഷൻ ബാക്ക് എഫക്റ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തിനെ ഏറ്റവും ബേസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുണ്ടായിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം വെക്ടറാണ് L സ്റ്റാർ എന്ന് പറയുന്നത്, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ. സോ L സ്റ്റാർ Z ഡയറക്ഷനിൽ കൊടുത്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് H, അതിന് അറൗണ്ടായിട്ട് പ്രിസേസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പിന്നിൻ്റെ S സ്റ്റാർ എന്നുള്ള സ്പിൻ ആംഗുലാർ മൊമെൻറ്റും Hന് എബോട്ടായിട്ട് പ്രിസേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ ഓഫ് L സ്റ്റാർ ഓൺ H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ML ആണെന്നുള്ള കാര്യം. MLൻ്റെ വാല്യൂ H ക്രോസ് ആണെന്നും നമുക്കറിയാം. അതുപോലെ തന്നെ എസിൻ്റെ കാര്യം എടുക്കുമ്പോഴും MS ആണ് അവിടുത്തെ പ്രൊജക്ഷൻ ഓൺ Z ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ MSഉം MLഉം കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് എമ്മിൻ്റെ വാല്യൂ, ടോട്ടൽ എമ്മിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ റൈറ്റിലുള്ള ഫിഗറിലും കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് Z ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു. അപ്പം Lഉം Sഉം അതായത് ഓർബിറ്റൽ ആൻഡ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റാസ് ഇൻഡിപെൻഡൻ്റ്ലി പ്രിസേസ് ചെയ്യുകയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടെ J എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടന്റ് നമ്പറിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇവിടെ ഇല്ല. ദെൻ നമ്മൾ പറയുന്നത് ക്വാണ്ടം കണ്ടീഷൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ക്വാണ്ടൈസ്ഡ് ആയിട്ടാണ് L സ്റ്റാറും അതുപോലെ തന്നെ S സ്റ്റാറും Hന് അറൗണ്ട് പ്രിസേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്വാണ്ടം കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഈ സ്ട്രോങ് പാഷൻ ബാക്ക് ഫീൽഡിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. ഒന്ന്, പ്രൊജക്ഷൻ ഓഫ് L സ്റ്റാർ ഓൺ H, അതായത് ML ടേക്സ് ഇൻറ്റഗ്രൽ വാല്യൂസ് ഫ്രം +L to -L. അതായത് MLന് 12+1 വാല്യൂസ് ഉണ്ടാവും, +L മുതൽ -L വരെയുള്ള. അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഓഫ് S സ്റ്റാർ ഓൺ Hഉം എടുക്കുമ്പം MSന് 2 വാല്യൂസ് ആണ്, +½ -½ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ. P ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഓർബിറ്റൽ ഇലക്ട്രോൺ ആണ്. വിത്ത് L is equal to 1 ആൻഡ് S is equal to ½ ആണെങ്കിൽ അതിൻ്റെ ML വാല്യൂസ് -1 0 1 ആയിരിക്കും. ML വാല്യൂ നോക്കുമ്പം 12+1 എന്ന് നോക്കുക. അപ്പോൾ 12+1 is equal to നമുക്ക് 3 കിട്ടും. 3 വാല്യൂസ് ഉണ്ടാവും. അപ്പം -1 0 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് കിട്ടും. MS വാല്യൂസ് എന്ന് പറഞ്ഞാൽ +½ -½ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് ആകെ MLന് 3 വാല്യൂസും MSന് 2 വാല്യൂസും ആകെ 6 പോസിബിൾ സ്റ്റേറ്റ്സ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ 6 പോസിബിൾ ഓറിയൻറ്റേഷൻസ് സ്പേസിൽ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ ഡയഗ്രാം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു സ്പേസ് ക്വാണ്ടൈസേഷൻ ഡയഗ്രാം ഫോർ P and D ഇലക്ട്രോൺസ് വരച്ചതാണ് ഫിഗറിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് S is equal to ½ കേസാണ്. അതിൽ നമ്മൾ ആദ്യം Z ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് H കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MS is equal to ½ -½ ആവുന്ന സമയത്ത് സ്പേസിലേക്കുള്ള പ്രൊജക്ഷൻ S സ്റ്റാറിനെ കാണിച്ചിട്ടുണ്ട്. 2 പോസിബിൾ പ്രൊജക്ഷൻസ് ആണുള്ളത്. ബാക്കി എല്ലാ ഓറിയൻറ്റേഷൻസും ഫോർബിഡൻ ആയിരിക്കും. ഇനി L is equal to 1, അതായത് P സ്റ്റേറ്റ് ആണ് പറയുന്നത്. അതിൽ നമുക്ക് ML equal to -1 0 -1 എന്ന് പറഞ്ഞ 3 വാല്യൂസ് ഉണ്ടാവും. അതിന് പോസിബിൾ ആയിട്ടുള്ള 3 ഓറിയൻറ്റേഷൻസ് ആണ് L സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുള്ളത്. ഇതല്ലാത്ത ബാക്കി എല്ലാ ഓറിയൻറ്റേഷൻസും ഫോർബിഡൻ ആയിരിക്കും. അടുത്തത് L is equal to 2, അതായത് D സ്റ്റേറ്റ് ആണ്. D സ്റ്റേറ്റിനെ കാണിക്കുമ്പം അതിനും ഇതുപോലെ നമ്മൾ Z ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡിന് കൊടുത്തിട്ടുണ്ട്. MLന് L equal to 2 ആയതുകൊണ്ട് തന്നെ MLന് നമുക്ക് 5 വാല്യൂസ് കിട്ടും. 2 മുതൽ -2 വരെയുള്ള വാല്യൂസ്. അതുകൊണ്ട് 5 പോസിബിൾ ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആയിരിക്കും. ആ 5 പോസിബിൾ ഓറിയൻറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഓറിയൻറ്റേഷൻസും ഫോർബിഡൻ ആയിരിക്കും.
സോ നമ്മൾ ഇനി ഇതിൻ്റെ ടോട്ടൽ എനർജി കാണുകയാണ്. അതായത് നമ്മളൊരു ആറ്റത്തിൽ സ്ട്രോങ് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ എനർജിക്ക് 3 കോൺട്രിബ്യൂഷൻസ് വരും. ഒന്ന് എച്ചിന് അറൗണ്ട് എൽ സ്റ്റാർ പ്രിസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ളത്, 2 എച്ചിന് അബൌട്ട് എസ് സ്റ്റാർ പ്രിസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ളത്, പിന്നെ ഒരു എൽ സ്റ്റാറിൻ്റെയും എസ് സ്റ്റാറിൻ്റെയും ഇടയിലുള്ള ഇൻട്രാക്ഷൻ എനർജി കാരണവും. ഇൻട്രാക്ഷൻ എനർജീൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ദ പ്രിസിഷൻ ആംഗുലാർ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ലാമർ തിയറം ആൻഡ് ഈസ് ഗിവൺ ബൈ mu times the relation between magnetic and mechanical moment, that is mu I by pi is equal to E by 2mc. Also both we know that both L and S പ്രിസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടിനും സെപ്പറേറ്റ് ഒമേഗ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒമേഗ എൽ സ്റ്റാറും ഒമേഗ എസ് സ്റ്റാറും കാണിക്കുന്നത്. ഒമേഗ എൽ സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇ ബൈ 2mc ആൻഡ് ഒമേഗ എസ് സ്റ്റാർ ഇസ് ഈക്വൽ ടു 2h ഇൻറ്റു ഇ ബൈ 2mc. ഇവിടെ ഒമേഗ എസ് സ്റ്റാർ 2 ടൈംസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പിന്ന് പ്രോസസ്സ് ചെയ്യുന്നത് എല്ല് പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും 2 ഇരട്ടിയായിട്ടാണ് സ്പിൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓൺ എച്ച് എടുക്കുന്ന സമയത്ത് ഡെൽറ്റ ഒമേഗ എൽ എച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ എൽ ഇൻറ്റു എം എച്ച് ക്രോസ് എടുക്കുകയാണ്. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒമേഗ എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എച്ച് ഇൻറ്റു ഇ ബൈ 2mc ഇൻറ്റു എം എൽ ഇൻറ്റു എച്ച് ക്രോസ് എന്നുള്ളതിനെ എച്ച് ബൈ 2π എന്ന് കൊടുത്തു. ദെൻ അതുപോലെ തന്നെ ഡെൽറ്റ ഒമേഗ എസ് കോമ എച്ച് കാണുകയാണ്. അപ്പോൾ നമ്മൾ ഒമേഗ എസ്സിന് പകരം 2h ഇൻറ്റു ഇ ബൈ 2mc ഇൻറ്റു എം എസ് ഇൻറ്റു എച്ച് ബൈ 2π എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. ഡെൽറ്റ ഒമേഗ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πmc ഇൻറ്റു എം എൽ പ്ലസ് 2ms എന്ന് കിട്ടും. അപ്പം ഇവിടെ ഈ എച്ച് ഇൻറ്റു ഇ എച്ച് ഡിവൈഡഡ് ബൈ 4πmc എന്നുള്ള കോൺസ്റ്റൻറ്റിനെ നമ്മൾ ലോറൻസ് യൂണിറ്റ് എന്നാണ് പറയുക. അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൽ കൊണ്ട് കാണിക്കും. ഓൾസോ നമ്മളിവിടെ സോറി കേട്ടോ, അതായത് ഡെൽറ്റ ഒമേഗ എച്ചിൻ്റെ വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എച്ച് ഡിവൈഡ് ബൈ 4πmc ഇൻറ്റു എം എൽ പ്ലസ് 2ms എന്ന് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ എനർജിയാണ് കിട്ടിയത്. നമുക്കിവിടെ മെയിൻ എനർജി ഷിഫ്റ്റാണ് വേണ്ടത്. അപ്പോൾ മെയിൻ എനർജി ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എച്ച് സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ എച്ച് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻ വേവ് നമ്പറിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ മൈനസ് ഡെൽറ്റ ടി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇ ഡിവൈഡഡ് ബൈ 4mc സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇടാൻ മറന്നിട്ടുണ്ട് സിക്ക്, 4mc സ്ക്വയർ ഇൻറ്റു എം എൽ പ്ലസ് 2ms ഇൻറ്റു 2ms സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഇതിൽ ഈ ക്വാണ്ടിറ്റി എച്ച് ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 4πmc സ്ക്വയർ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമുക്ക് ലോറൻസ് യൂണിറ്റ് എന്ന് പറയാം. സോ ഈ ലോറൻസ് യൂണിറ്റ് നമ്മൾ ക്യാപിറ്റൽ എൽ കൊണ്ട് കാണിക്കുന്നു. അതോർഫോർ എൽ ഇൻറ്റു എം എൽ പ്ലസ് 2ms സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് നമുക്ക് കിട്ടുന്നു. ഇതാണ് നമുക്ക് ആദ്യത്തെ 2 കോൺട്രിബ്യൂഷൻസിൻ്റെ വാല്യൂ കിട്ടിയത് ടോട്ടൽ എനർജിക്കുള്ള. ഇനി നമുക്ക് തേർഡ് കോൺട്രിബ്യൂഷൻ, അതായത് ഗാമ ഫാക്ടർ കൊണ്ടാണ് അത് മനസ്സിലാവുക. ദാറ്റ് ഈസ് ഗാമ ഈസ് ഈക്വൽ ടു ഇൻട്രാക്ഷൻ എനർജിയാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ടി എൽ എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ സ്റ്റാർ എസ് സ്റ്റാർ ഇൻറ്റു കോസ് എൽ സ്റ്റാർ എസ് സ്റ്റാർ എന്നാണ്. ഓൾസോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ സ്ക്വയർ സെഡ് റേസ് ടു 4 ഡിവൈഡ് ബൈ എൻ ക്യൂബ് ഇൻറ്റു എൽ പ്ലസ് ഹാഫ് ഇൻറ്റു എൽ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ ഇവിടെ നമ്മുടെ എൽ സ്റ്റാറിൻ്റെയും എസ് സ്റ്റാറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോസിൻ്റെ ആവറേജ് വാല്യൂ എടുക്കണം. അപ്പോൾ നമ്മളൊരു ട്രിഗ്നോമെട്രിക് ഫോം യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോസ് ഇൻറ്റു എൽ സ്റ്റാർ എസ് സ്റ്റാർ ഈസ് ഈക്വൽ ടു കോസ് എൽ സ്റ്റാർ എച്ച് ഡോട്ട് കോസ് എസ് സ്റ്റാർ എച്ച് എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മളെ മുകളിലെ ഇക്വേഷനിൽ ഗാമേൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഗാമാസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ സ്റ്റാർ എസ് സ്റ്റാർ കോസ് എൽ സ്റ്റാർ എച്ച് ഇൻറ്റു കോസ് എസ് സ്റ്റാർ എച്ച് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൽ എൽ സ്റ്റാർ ഇൻറ്റു കോസ് എൽ സ്റ്റാർ എച്ച് എന്നുള്ളതിനെ നമുക്ക് എം എൽ ആക്കിയിട്ടും എസ് സ്റ്റാർ ഇൻറ്റു കോസ് എസ് സ്റ്റാർ എച്ചിനെ എം എസ് ആക്കിയിട്ടും എഴുതാം. സോ നമ്മൾ ഇൻട്രാക്ഷൻ എനർജീൻ്റെ ഇക്വേഷൻ മൈനസ് ഡെൽറ്റ ടി എൽ എസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എ ഇൻറ്റു എം എൽ ഇൻറ്റു എം എസ് ഇസ് ഈക്വൽ ടു ഗാമ ആയിട്ട് മാറും. ഇനി നമ്മൾ ടോട്ടൽ എനർജി ഷിഫ്റ്റ് കാണുകയാണ്, എല്ലാതും കൂടെ കൂട്ടിയിട്ട് കാണുകയാണ്. അപ്പോൾ 3 കോൺട്രിബ്യൂഷൻസും കൂടി കൂട്ടുമ്പോൾ മൈനസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എം എൽ പ്ലസ് 2ms പ്ലസ് എ ഇൻറ്റു എം എൽ എം എസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. നൗ ജനറൽ റിലേഷൻ ഫോർ ടേം വാല്യൂ ഓഫ് എനി സ്ട്രോങ് ഫീൽഡ് ലെവൽ ടി ഈസ് ഈക്വൽ ടു T0 മൈനസ് എൽ ഇൻറ്റു എം എൽ പ്ലസ് 2ms മൈനസ് എ ഇൻറ്റു എം എൽ എം എസ്.
ഇവിടെ T0 എന്ന് പറയുന്നത് ടേം വാല്യൂ ഓഫ് ദി ഹൈപ്പോത്തറ്റിക്കൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫൈൻ സ്ട്രക്ചർ ഡബ്ലറ്റ് ആണ്. അതായത് നമ്മൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ എക്സാമ്പിളിലൂടെ ഹിസാന പറയും. താങ്ക് യു.